ടാർസനും കാഞ്ചനസിംഹവും. നോവൽ. രചന എഡ്ഗാർ റൈസ് ബറോസ്. വിവർത്തനം സുരേഷ് എം. ജി. ശബ്ദം നൽകുന്നത് കെ. ജയകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC Books 2021, എ DC Books പ്രൊഡക്ഷൻ. അധ്യായം 1. കാഞ്ചനസിംഹം. സാബോർ എന്ന സിംഹിണി തന്റെ കുഞ്ഞിനെ മുലയൂട്ടുകയായിരുന്നു. പന്തുപോലൊരു കുഞ്ഞ്. ഷീറ്റ എന്ന പുള്ളിപ്പുലിയെപ്പോലെ ശരീരത്തിൽ മുഴുവനും പുള്ളികളുള്ളത്. നല്ല വെയിൽ കൊണ്ടാണ് അവളുടെ കിടപ്പ്. മടയിൽ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് കിടപ്പ്. ഒരു വശം ചരിഞ്ഞ് കണ്ണു പാതിയടച്ച് വിശ്രമിക്കുകയാണവൾ. എങ്കിലും അവൾ ജാഗരൂകയാണ്. ഇതുപോലെ 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവൾക്ക്. 2 പെൺമക്കളും ഒരാണും. സാബോറും നൂമയും അവരെ കണ്ട് ആഹ്ലാദിച്ചു, അഭിമാനിച്ചു. എന്നാൽ ആയിടെയായി അവർക്ക് ഭക്ഷണം അത്രയധികമൊന്നും ലഭിക്കാറില്ലായിരുന്നു. മതിയായ ഭക്ഷണം ലഭിക്കാത്തതിനാൽ സാബോർ ക്ഷീണിതയായി. മതിയായ പാൽ ഉൽപ്പാദിപ്പിക്കാനായില്ല. അതിനോടൊപ്പം തണുപ്പും മഴയും വന്നു. കൊച്ചു സിംഹക്കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നു. അതിൽ ബലവാനായവൻ മാത്രം രോഗത്തെ അതിജീവിച്ചു. പെൺകുട്ടികൾ 2 ചത്തു. അത് കണ്ട് സാബോർ കുറേ കരഞ്ഞു. അവർക്കരികിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. ഇടയ്ക്കിടെ മൂക്കുകൊണ്ട് അവയെ മറിച്ചിട്ട് ഉണർത്താൻ ശ്രമിച്ചു. അവസാനം അവൾ ആ ശ്രമമെല്ലാം ഉപേക്ഷിച്ചു. അവളുടെ ശ്രദ്ധ മുഴുവനും അവളോടൊപ്പമുള്ളവനിലായി. അതുകൊണ്ടാണ് സാബോർ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ജാഗരൂകയായിരിക്കുന്നത്. നൂമ എന്ന സിംഹം അപ്പോൾ എങ്ങോട്ടോ പോയിരിക്കുകയായിരുന്നു. 2 ദിവസം മുമ്പേ അവനൊരു ഇരയെ കിട്ടിയിരുന്നു. അത് മടയിലേക്കവൻ വലിച്ചുകൊണ്ടുവന്നിരുന്നു. ഇന്നലെ രാത്രി അവൻ വീണ്ടും ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇതുവരേക്കും തിരിച്ചെത്തിയിട്ടില്ല. പാതിയുറക്കത്തിൽ സാബോർ വപ്പിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. തടിയൻ മാനാണ് വപ്പി. അങ്ങനെ ഒന്നിനെ തന്റെ ഇണ ഇപ്പോൾ വലിച്ചു കൊണ്ടുവരുന്നുണ്ടാകും. അടിക്കാട്ടിലൂടെ അവൾക്കരികിലേക്ക് കൊണ്ടുവരുന്നുണ്ടാകും. അല്ലെങ്കിൽ അതൊരു പാക്കോ എന്ന സീബ്രയാകും. തന്റെ വർഗ്ഗക്കാർക്ക് ഏറ്റവും ഇഷ്ടം പാക്കോയുടെ മാംസമാണ്. നല്ല മാംസളമാണതിന്റെ ഇറച്ചി. അതാലോചിച്ചപ്പോൾ സാബോറിന്റെ വായിൽ വെള്ളമൂറി. എന്തോ ഒരു അനക്കം കണ്ടുവല്ലോ. അതെന്തായിരിക്കും? ഒരു ചെറിയ സ്വരവും വന്നു. അവൾ തല ഉയർത്തി. ഇരുഭാഗത്തേക്കും നോക്കി. ചെവി ഉയർത്തിപ്പിടിച്ചു. എന്തെങ്കിലും സ്വരം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. മൂക്ക് വിടർത്തി മണപ്പിച്ചു നോക്കി. കാറ്റിൽ ഗന്ധമൊന്നും വരുന്നില്ല. എങ്കിലും അവിടെ എന്തോ അനങ്ങുന്നുണ്ട്. ആ സ്വരം അടുത്തുവരുന്നുണ്ട്. അത് അവൾക്കരികിലേക്കാണ് വരുന്നത്. അതറിഞ്ഞപ്പോൾ അവളുടെ പിരിമുറുക്കം വർദ്ധിച്ചു. അവളൊന്ന് കമിഴ്ന്നു കിടന്നു. തന്റെ കുഞ്ഞിനെ മുലയൂട്ടുന്നത് അവസാനിപ്പിച്ചു. അവനതിഷ്ടമായില്ല. അവനൊന്നും മുരണ്ടു. സിംഹിണി അവനെ ശാസിച്ചു. ശാസന കേട്ടപ്പോൾ അവൻ മിണ്ടാതായി. അവൾക്കരികിൽ നിന്നു. ആദ്യം അവളെ നോക്കി. പിന്നെ അവൾ എവിടേക്കാണോ നോക്കുന്നത് അവിടേക്ക് നോക്കി. സാബോർ കേട്ട സ്വരത്തിൽ എന്തോ അരുതായികകളുണ്ടായിരുന്നു. ഒരു അസ്വസ്ഥതയുളവാക്കുന്ന എന്തോ ഒന്ന്. അതൊരു പക്ഷേ യഥാർത്ഥ ആശങ്കയാകണമെന്നില്ല. തനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണോ ഇതെന്ന കാര്യത്തിൽ അവൾക്ക് ഉറപ്പില്ല. ഒരു പക്ഷേ തന്റെ ഇണ മടങ്ങിവരുന്നതാകാം. എന്തോ ഒരു സിംഹത്തിന്റെ സ്വരം പോലെ തോന്നുന്നില്ല. സിംഹം ഇരയെ വലിച്ചുകൊണ്ടുവരുന്നതുപോലെ എന്തായാലുമല്ല. അവൾ തന്റെ കുഞ്ഞിനെ നോക്കി. അതപ്പോഴും ചിണുങ്ങി നിൽപ്പാണ്. പരാതി പറഞ്ഞ് മുരളുകയാണ്. അതിനെന്തെങ്കിലും ആപത്ത് വരുമോ എന്ന ഭയം എപ്പോഴും അവളിലുണ്ട്. അവൻ മാത്രമേ ഇനി അവൾക്ക് അവശേഷിച്ചിട്ടുള്ളൂ. അവന്റെ ജീവനെ എന്തു വില കൊടുത്തും പ്രതിരോധിക്കേണ്ടതുണ്ട്. കാറ്റിലൂടെ തനിക്കരികിലെത്തുന്ന ജീവിയുടെ ഗന്ധമെത്തി. അതുവരേക്കും പരവശയായി നിന്ന അമ്മ പെട്ടെന്ന് കുപിതയായി. അവൾ പല്ലിളിച്ചു. കണ്ണുകൾ വെട്ടിത്തിളങ്ങി. ഉച്ചത്തിൽ ഗർജിച്ചു. അവൾ ഏറ്റവും
Sample complete. Ready to continue?